OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ് OnePlus 8 Pro. അതുപോലെ MIയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ് MI 10. OnePlus 8 Pro വരുന്നത് 55,000 രൂപ പ്രൈസ് റേഞ്ചിലും MI 10 വരുന്നത് 50,000 രൂപ പ്രൈസ് റേഞ്ചിലുമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 8 Proയും അതുപോലെ MI 10ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ OnePlus 8 Proയിൽ നമുക്ക് 6.78 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. MI 10 വരുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. OnePlusൽ നമുക്ക് ക്വാഡ് HD റെസൊല്യൂഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ OnePlusലായിരിക്കും വരിക. പിന്നെ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ OnePlus 8 Proയുടെ ഡിസ്പ്ലേയിൽ MEMC ഫ്ലൂയിഡ് മോഷൻ ടെക്നോളജി 10-bit കളർ ഡിസ്പ്ലേ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല OnePlus 8 Proയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. MI 10ന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1120 nitsഉം. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് OnePlus 8 Proയിൽ ലഭിക്കും. പിന്നെ JNCDയെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ജസ്റ്റ് നോട്ടീസബിൾ കളർ ഡിഫറൻസ് OnePlus 8 Proയിൽ വരുന്നത് 0.4 താഴെയും MI 10ൽ വരുന്നത് 0.55 താഴെയുമാണ്. അപ്പോൾ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ നമുക്ക് OnePlus 8 Proയുടെ ഡിസ്പ്ലേയിലായിരിക്കും ലഭിക്കുക. പിന്നെ OnePlus 8 Proയുടെ ഡിസ്പ്ലേയിൽ 120 Hzന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MI 10ന്റെ ഡിസ്പ്ലേയിൽ 90 Hzന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോൺ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് OnePlus 8 Proയിൽ നമുക്ക് ലഭിക്കും. പിന്നെ 240 Hzന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമായിട്ടാണ് OnePlus 8 Pro വരുന്നത്. MI 10ൽ 180 Hzന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് എക്സ്പീരിയൻസ് നമുക്ക് OnePlus 8 Proയിൽ ലഭിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. അപ്പോൾ ഓൺ പേപ്പർ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ OnePlus 8 Proയുടെ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. OnePlus 8 Proയുടെ ചില കസ്റ്റമേഴ്സ് അവരുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ചില കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. ബ്ലാക്ക് ക്രഷ്, ഗ്രീൻ ടിൻറ്റ് ഇങ്ങനെ ചില കംപ്ലയിൻറ്റ്സ് ആണ് പറയുന്നത്. അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഗ്രെയിൻസ് വരുന്നു, ഗ്രീൻ കളർ വരുന്നു ഇങ്ങനെയൊക്കെ. പിന്നെ OnePlus പറഞ്ഞിരിക്കുന്നത് ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു കേട്ടിരുന്നൊരു കാര്യമാണ് OnePlusന്റെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഇത് ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നുള്ള കാര്യം സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം OnePlus വീണ്ടും വന്നിട്ട് പറഞ്ഞു ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്ന്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയില്ല. പിന്നെ സാംസങ് S20 Ultra എന്ന ഫോണിലും ഇതുപോലെ ഗ്രീൻ ടിൻറ്റ് എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയാണ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ OnePlus 8 Pro എന്നുള്ള ഫോൺ ഇപ്പോൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഈ ഒരു പ്രോബ്ലം 100% ഫിക്സ് ആയി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഈ ഒരു ഫോൺ എടുക്കുക. കാരണം 55,000 രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ എടുക്കുമ്പം അതിൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയുമ്പം അത്ര സുഖമുള്ളൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ബെസ്റ്റ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു ഫോണിൽ ചിലപ്പം ഈ ഒരു ഫോണിൻ്റെ സെയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു പ്രശ്നം തീരാതെ ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഈ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ഫോണുകളും വരുന്നത് സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും LPDDR5ൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ നമുക്ക് 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പിന്നെ OnePlus 8 Proയിൽ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. MI 10ൽ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നില്ല. MI 10ൽ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് എന്നുള്ള ടെക്നോളജിയും അതുപോലെ ഗ്രാഫീൻ ലെയറും വരുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. OnePlus 8 Proയിൽ OxygenOS സോഫ്റ്റ്വെയറും MI 10ൽ MIUI 11 സോഫ്റ്റ്വെയറുമാണ് വരുന്നത്. MIUI സോഫ്റ്റ്വെയറിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് പരസ്യങ്ങൾ വരുന്ന പ്രശ്നം. പക്ഷേ MI 10 പ്രീമിയം ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പരസ്യങ്ങളൊന്നും വരില്ല. പിന്നെ OxygenOS സോഫ്റ്റ്വെയറിൽ നേരത്തെ തന്നെ പരസ്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ രണ്ട് സോഫ്റ്റ്വെയറിൽ പലർക്കും ഇഷ്ടം OxygenOS സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. OnePlus 8 Proയിൽ 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX689ൻ്റെ സെൻസറാണ്. പിന്നെ ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെൻസറിൻ്റെ സൈസ് വരുന്നത് 1/1.4 ഇഞ്ചാണ്. പിന്നെ MI 10ൽ നമുക്ക് 108 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ലഭിക്കുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ സെൻസറാണ്. പിന്നെ ഈ സെൻസറിൻ്റെ സൈസ് വരുന്നത് 1/1.33 ഇഞ്ചാണ്. അതായത് OnePlus 8 Proയേക്കാളും കുറച്ചും കൂടി സെൻസർ സൈസ് ഇതിൽ കൂടുതലാണ്. പിന്നെ ഇതിലും OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MI 10ൽ നമുക്ക് 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് ലഭിക്കുന്നത്.
എന്നാൽ വൺ പ്ലസ് 8 പ്രോയിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതും സോണി IMX586ൻ്റെ സെൻസറാണ്. പിന്നെ വൺ പ്ലസ് 8 പ്രോയിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. MI10 ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ വൺ പ്ലസ് 8 പ്രോയിൽ 4ാമത് 5 മെഗാ പിക്സലിൻ്റെ ഒരു കളർ ഫിൽറ്റർ ലെൻസാണ് വരുന്നത്. MI10 മൂന്നാമത് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 4ാമത് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. MI10 ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. വൺ പ്ലസ് 8 പ്രോയിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ക്യാമറ കമ്പാരിസൺ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ വൺ പ്ലസ് 8 പ്രോയിൽ നമുക്ക് 4510 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. MI10 വരുന്നത് 4780 mAh ബാറ്ററിയുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ വൺ പ്ലസ് 8 പ്രോയിൽ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. എന്നാൽ MI10 നമുക്ക് IP റേറ്റിംഗ് ഒന്നും ലഭിക്കുന്നില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. പിന്നെ ഈ ഫോണുകളുടെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ വൺ പ്ലസ് 8 പ്രോയുടെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 54,999 രൂപയാണ്. MI10 ഈ വെർഷൻ്റെ വില വരുന്നത് 49,999 രൂപയാണ്. പിന്നെ വൺ പ്ലസ് 8 പ്രോയുടെ 12GB റാം വെർഷൻ്റെ വില വരുന്നത് 59,999 രൂപയാണ്. MI10 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 54,999 രൂപയാണ്. ആ വിലയുടെ കാര്യത്തിൽ കുറച്ചും കൂടി കുറവ് MI10 അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് 8 പ്രോയിൽ നമുക്ക് Quad HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേയിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസും ലഭിക്കുന്നുണ്ട്. പിന്നെ വൺ പ്ലസ് 8 പ്രോയിൽ IP റേറ്റിംഗും വരുന്നുണ്ട്. MI10 ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് വിലയും കുറച്ച് കുറവാണ്. ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ വൺ പ്ലസ് 8 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക. പക്ഷേ ഡിസ്പ്ലേയുടെ ആ ഒരു പ്രശ്നം 100% മാറിയെന്ന് ഉറപ്പായാൽ മാത്രം. നിങ്ങൾ ഇതിൽ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.